മോനെ, നിന്റെ അച്ഛന് വയസ്സാവാന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക്? ഓർമ്മ അച്ഛനും കൂടി വേണം. പഠിക്കാൻ വിട്ടിട്ടോ അതിനും പറ്റത്തില്ല. വല്ല ജോലിക്ക് പോകാൻ പറഞ്ഞാലോ അതും ചെയ്യില്ല. അതെങ്ങനാ? അച്ഛനെ പേടിയുണ്ടെങ്കിലല്ലേ. എടാ അവിടെ വായിലിരിക്കുന്ന എന്നെ കേൾപ്പിക്കാതെ വല്ല പണിക്കും പോടേ. സത്യത്തിൽ നിങ്ങൾ ശരിക്കും അവളെ കെട്ടുവോ? അതെന്നാടാവേ അങ്ങനൊരു ചോദ്യം? നിങ്ങളുടെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കാനഡ പഠിക്കാൻ പോയിട്ട് അവിടുത്തെ ഏതോരുത്തരം കിട്ടിയൊരു കുഞ്ഞുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരെങ്ങനെ പലതും പറയും. സത്യം പറയാലോ വിളിയാ, ഇവള് വന്നേ പിന്നെയാണ് പ്രേമം എന്താന്ന് തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപർണ ജർമ്മനിക്ക് പോയാ? പോയാ? നോ ലിമിറ്റ്സ്, പറക്കുന്ന മരം കൊത്തി. പറഞ്ഞ പോലെ ശരിയാണല്ലോ. നിനക്കേ ആ ബാലൻ സാറിന്റെ മോളോട് ഒരു പ്രേമവും ഇല്ലായിരുന്നോ? എന്തായി? അയ്യോ, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവനോളായിട്ട് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ റിലേഷൻ ആയിരുന്നു. പക്ഷെ ആ പ്രേമത്തെക്കുറിച്ച് അറിയാത്ത 2 വരെ ഉണ്ണിക്കൊള്ളത്തുള്ളൂ. ഒന്ന് നിങ്ങളും പിന്നെ അവളും. അതെന്താടാ? അവൾ എന്നെ അറിയിക്കുന്നില്ല. അയ്യ, അല്ലാണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ധൈര്യം ഇല്ലാണ്ടല്ല. അതിലൊന്നും വലിയ കാര്യമില്ലടാ. ഒരു പെണ്ണ് നമ്മുടേതാന്ന് തോന്നിക്കഴിഞ്ഞുണ്ടല്ലോ, ധൈര്യമൊക്കെ അങ്ങ് താനെ എരച്ച് കയറി വന്നോളും. പിന്നെ അങ്ങോട്ടൊരു കുത്തൊഴുക്കായിരിക്കും, അത് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. നമുക്ക് ആ കൂളൊക്കെ വെച്ച് തന്നാ മതി. വലിയപ്പോഴും ബീറൊക്കെ തണുപ്പിച്ചടിക്കാലോ. ഇവിടെ കാറിന്റെ കാര്യം ഒന്നും പറഞ്ഞോടാ. ഞാൻ പൊളിയാവേ, പൊളിയാ, തിരിച്ചു വിളിക്കാം. നീക്ക് വരൂടാ. ഇയാളുടനെ വണ്ടി മേടിക്കുക. ഈ നിന്റെയൊക്കെ കള്ളത്തരം കാരണം എവിടെ പോയാലും ആദ്യ റൗണ്ട് തന്നെ ഒരു തൊലിഞ്ഞു വരുവാ. നിന്റെയൊക്കെ സ്ട്രാറ്റജി ശരിയല്ല, കളി ശരിയല്ല. ഒരു ഊള ക്യാപ്റ്റനും ഇതുപോലെയാണെങ്കിൽ എന്റെ ബെൻസ് ഇലക്ട്രോണിക്സിനും എനിക്കും സ്പോൺസർ ചെയ്യാൻ താല്പര്യമില്ല. നീയൊക്കെ ആദ്യം ക്യാപ്റ്റന്റെ സ്ട്രാറ്റജി ബഹുമാനിക്കാൻ പഠിക്കും. അതില്ലാത്തോണ്ട് എല്ലായിടത്തും പോയി കൊട്ടക്കണക്കിന് ഗോളും മേടിച്ചോണ്ട് വരുന്നേ. ടോണിച്ചേട്ടൻ സ്ട്രാറ്റജി പറ്റാത്തവരോടെ കളിക്കണ്ട. വന്നേ എടാ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പരിപാടി ഇല്ലേ? അതൊരു ഫ്രോഡ് ആപ്പ് ആയിരുന്നടാ. പോയി 50,000 കയ്യിൽ നിന്ന് പോയില്ലേ? പക്ഷെ പോയത് നന്നായില്ലേ? അയ്യോ അങ്ങനെയല്ല, നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോവാം. അവിടെ 6 മാസം ജോലി, 6 മാസം ലീവ്. നീ ഒരു റീലിന്റെ കണ്ടന്റ് വേണ്ടിട്ടാണോ പറയുന്നത്? ഞാൻ അല്ലടാ, നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോവാം. അവിടെ ആവുമ്പോ 6 മാസം മഞ്ഞ് വീഴും. ആ മഞ്ഞ് നമ്മൾ ഹൈവേന്ന് കോരി മാറ്റും. പിന്നെ അടുത്ത 6 മാസം അവിടെ വേനൽക്കാലവാ, ജോലിയില്ല. നാട്ടിലത്തെ 3-4 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. നമ്മൾ ലീവിന് നാട്ടിൽ വരുന്നു, പൊളിക്കുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് സ്റ്റോറി ഒക്കെ ഇടുന്നത്. +2 SSLC ഒന്നും ഇല്ലളിയാ, എല്ലാം കോളേജിലാടായിരിക്കുന്നത്. എടാ, നമുക്കിപ്പോ അപ്ലൈ ചെയ്തിടാളിയാ. അവരെ അപ്പോയിന്റ്മെന്റ് വിളിക്കാൻ നേരം മാത്രം ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നാൽ മതി. അത് നടക്കും തോന്നില്ലളിയാ. 4-5 ദിവസം സമയമുണ്ടാ. ഇപ്പൊ കോളേജിൽ പോയി വാങ്ങിക്കത് ചെല്ല്. എന്താ സത്യം പറയണം, എന്റെ ക്യാപ്റ്റൻസി തല്ലിപ്പൊളിയാണോ? ചേട്ടനേക്കാൾ ഒരു മികച്ച പ്ലെയർ ഇവിടെ ഉണ്ടോ? അതില്ല. അല്ല, ചേട്ടനേക്കാൾ മികച്ച കോച്ചോ മാനേജറോ ഇവിടെ ഉണ്ടോ? അത് പറ. ചേട്ടൻ തന്നെ ആലോചിക്കുക. നമ്മുടെ പെപ് ഗാർഡിയോള ഇല്ലേ, ഗാർഡിയോളയെക്കാട്ടി മികച്ച മാനേജർ ആകേണ്ട ചേട്ടനായിരുന്നു. പക്ഷെ ഉണ്ണിക്കുളത്ത് പെട്ടുപോയിട്ട്. പിന്നെ നീ അവന്മാരോട് പറയാത്. എന്നാലും ഈ ഗാർഡിയോള ഏത് സാർ? ഇത്രയും നാളായില്ലേ, ക്ഷമിക്കണം. അതൊക്കെ ഒന്ന് മറന്നിട്ട്. എത്ര വർഷം കഴിഞ്ഞാലും നിന്നെ ഞാൻ മറക്കില്ല. എന്തുവാ സാറേ, പിള്ളേരല്ലേ, കൊടുത്ത് ഒഴിവാക്ക്. താനാരാ? ഞാനോ? താൻ. ഞാൻ അത്ലറ്റിക് ഉണ്ണിക്കുളത്തിൻ്റെ ക്യാപ്റ്റൻ കം മാനേജറാണ്. ഇത് നമ്മുടെ മാർക്ക് പ്ലെയർ ആയതുകൊണ്ടാണ് പ്രാക്ടീസ് പോലും മാറ്റി വെച്ച് ഞാൻ നേരിട്ട് വന്നത്. ഇവൻ ഈ കോളേജിൽ 3 മാസമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ 3 മാസം കൊണ്ട് ഇവനിവിടെ ഉണ്ടാക്കി വെച്ച നഷ്ടമേ ഭീകരമാണ്. എന്തായാലും ആ നഷ്ടം നികത്താതെ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കില്ല. എന്നാൽ മാനേജറും പ്ലെയറും ചെന്നാട്ടെ. സാർ പ്ലീസ് സാർ. ഓടൂ. ഇയാളെ പിടിച്ചങ്ങ് ഇരിക്കട്ടെ. സത്യം പറ, നീ ഇവിടുന്ന് എന്തെങ്കിലും മോട്ടിച്ചോ? ഒന്ന് പോയേട്ടാ, ഇവിടെ നിന്ന് ഞാൻ എന്നാ ഓട്ടിക്കാനാ? സീനിയേഴ്സായിട്ട് ഉണ്ടാക്കിയ അടിയുടെ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ 3 ലക്ഷമായിട്ട് ചോദിക്കുന്നത്. 3 ലക്ഷം രൂപയോ? വല്ലാത്ത ഇടപാടായി പോയത്. നീ നമ്മുടെ നിക്സനെ ഒന്ന് വിളിച്ചിട്ടേ അവൻ്റെ വണ്ടിയുടെ സ്പെയർ ചാവി ഒന്ന് വേണ്ടി വരുമെന്ന് പറ. പരിപാടി ഉണ്ടെന്ന്. ബാണ ഇങ്ങോട്ട്. സാർ, ഈ വണ്ടിക്ക് 30 ലക്ഷം രൂപ വിലയാണ്. സാറിൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഈ കീ വെച്ചേക്ക്. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് തരണം സാറേ, അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ടേ, ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാർ. പ്ലീസ് സാർ. സാർ. അതെ, ഇവൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇവിടെ ഓഫീസിലുണ്ട്. നോക്കാം സാർ. ഇപ്പം എന്താ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫോട്ടോ കോപ്പി വേണമെന്ന്. അപ്പം താനതെടുത്ത് ഇവൻ്റെ കൊടുത്തു വിടണം. അഡ്മിഷൻ
അതെ സർ. നിന്റെ ഈ വണ്ടി എവിടെ കിടക്കുന്ന പറഞ്ഞേ? താഴെയുണ്ട് സാർ. താനൊരു കാര്യം ചെയ്യും, പോകുമ്പോൾ ഈ താക്കോലെടുത്തു, എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാൻ ഓഫീസിൽ വേറെ ആരെങ്കിലും ഇടപാട് ചെയ്യും. എന്നിട്ട് താൻ ആ കാറിൽ തന്നെ ഇരിക്കണം. ഇവൻ ആ സർട്ടിഫിക്കറ്റ് തിരിച്ച് ഓഫീസിൽ കൊണ്ട് എത്തിച്ചിട്ട് താൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ശരി സർ. കലിപ്പാണ്, രക്ഷയില്ല, പോവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്നെ അച്ഛനെ വിളിച്ചോണ്ട് വന്നാലോ? എടാ, ഞാൻ ആര് കൊണ്ടൊരു കാര്യമില്ല. ഒന്നെങ്കിൽ 3 ലക്ഷം രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മറക്കണം. ഏത് സമയത്താണോ നശിച്ച് കോളേജ് ഒന്ന് പഠിക്കാൻ തോന്നിയത്? ഒന്ന് വന്നേ. എടാ, വലിക്കണേ, ഞാൻ വരാം. കളയന് സെറ്റാവൂല. കൊച്ചിന്റെ പേരെന്താ? നിധി. മതി. അവള് മലയാളിയല്ല ബ്രോ, തമിഴാ. തമിഴോ? തമിഴോ? പ്രേമിക്കാൻ എങ്ങനെയാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല ടീച്ചർ. ചേട്ടാ, നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ നിങ്ങൾ കിണ്ണ സാധനമാണ് കേട്ടാ. എന്താടാ കാര്യം പറ. ചേട്ടാ, നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞില്ലേ, ഒരു പെണ്ണിനെ കാണുമ്പോൾ നമ്മുടേതാണെന്ന് തോന്നുന്ന ഒരു ഫീല്. അതെനിക്ക് ഇന്നടിച്ച ചേട്ടാ. ഞാനങ്ങ് ഒഴുകുമായിരുന്നു. ആളെ തമിഴ്നാട്ടുകാരിയാ. ഭാഷ ഒരു പ്രശ്നമല്ല. നിനക്ക് തമിഴ് അറിയോ? അത്യാവശ്യം അറിയാം. എൻ നെഞ്ചിൽ കൂടിയിരിക്കും നൻപ നൻപികൾ വിജയനൻ ഉയർ. നീ അവളോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. നീ അവളുടെ കുറച്ച് അടയാളം പറ. കണ്ണെങ്ങനെയാ? ഉണ്ടക്കണ്ണ്. മൂക്ക്? നീളം മൂക്ക്. നീണ്ട താടിയല്ലേ? കുറച്ച് പാടാ. ഇങ്ങനെയുള്ള പെൺപിള്ളേർ കട്ട ബോൾഡായിരിക്കും. പക്ഷെ ധൈര്യമുള്ളവരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ അവളെ ആദ്യം കാണുമ്പോൾ തന്നെ കയറി പ്രപ്പോസ് ചെയ്. അതിനുള്ള ധൈര്യം എനിക്കുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു. വേണ്ട, വാ നമുക്ക് സെറ്റാക്കാം. എടാ, ചിലപ്പോൾ അവൾക്കൊരു പ്രേമം ഉണ്ടായിന്ന് വരാം. അല്ലെങ്കിൽ കുറെ ഉമ്മാര് അവളുടെ പുറകെ നടപ്പുണ്ടായിരിക്കും. ഈ പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അതങ്ങ് പറഞ്ഞേക്കണം. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ അങ്ങ് പോയി പണി നോക്കാൻ പറയും. പേടിയുള്ളവന് പറഞ്ഞിട്ടുള്ളതല്ലടാ പ്രേമം. എടാ, അവള് തമിഴാന്നല്ലേ പറഞ്ഞേ? എടാ, അവിടെയല്ലേ റൊമാൻസ് മൊത്തം ഇരിക്കുന്നത്. ഗൗതം മേനോൻ, AR റഹ്മാൻ, ഇളയരാജ, മണിരത്നം. നീ അവരുടെ മൂവിയൊക്കെ കണ്ടിട്ട് ഒരു പിടിയങ്ങ് പിടിക്കും, പൊളിക്കും.